അസ്സലാമലൈക്കും. അപ്പം എന്തെല്ലാവരുടെ വർത്താനം? സുഖമില്ല, എനിക്കും സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണ് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ തുടക്കം തന്നെ മിഥുവിൻ്റെ ഇരുട്ടിൻ്റെ പണിയായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവൻ്റെ മദ്രസക്ക് എന്തോ ഒരിക്കലും എന്തോ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൻ ഇതേമാതിരി എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നിട്ട്. അങ്ങനത്തൊക്കെ ഓരോ പണികളായിട്ട് കരട്ടോ എന്തെങ്കിലും വരക്കാനോ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ ഒപ്പിച്ച് കൊടുത്ത്, കുറേയൊക്കെ തല കുത്തി പറഞ്ഞിട്ടായാലും ഞാൻ വയ്ക്കണ മാതിരിയൊക്കെ ഏകദേശം അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒപ്പിച്ചാൽ നോക്കി അങ്ങനെ ഒപ്പിച്ച് കൊടുത്തിട്ടോ. കുറേയൊക്കെ ശരിയായി തോന്നുന്നു. എന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കും. ഓനെക്കൊണ്ട് എന്തായാലും ഇപ്പം ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരി ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ഷീണം വരാതിരിക്കാൻ എനിക്ക് തിന്നാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ റെഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. കാരണം ഓനിക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഓൻ നമ്മൾ പറഞ്ഞൊക്കെ കേട്ടല്ലേ കഴിയും. അങ്ങനെ അല്ലെങ്കിൽ ഓനിക്കറിയില്ല അതൊക്കെ വിട്ടെറിഞ്ഞ് പോകുന്നു. അപ്പോൾ ഓൻ്റെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽക്കാലും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓന് ഇടക്കും നിരക്കൊക്കെ തിന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ അതിട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പം മറ്റാളെ വക ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആപ്പിൾ ജ്യൂസ് രാത്രി ഇട്ട് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ നടക്കുന്നു. ജ്യൂസ് ഉണ്ടാക്കിയാൽ പോലെ 8ൻ്റെ പണി കേട്ടോ. ടേബിൾ തൊട്ട് ആകാണ്ട് കളഞ്ഞും ചെയ്ത്. അങ്ങനെ പിന്നെ ജ്യൂസും കിട്ടി, ഗ്രീൻ ആപ്പിളും കിട്ടിയിട്ട് അതിപ്പോൾ തിന്നാനാണോ ഇരിക്കേണ്ടത് എഴുതാനാണോ ഇരിക്കേണ്ടത് യാതൊരു പിടുത്തമില്ല കേട്ടോ. ഗ്രീൻ ആപ്പിളാണ് മാറ്റി വെച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ടാണ്. ഇങ്ങനെ ജ്യൂസ് കുടിച്ചാൽ നമുക്കൊരു എനർജി വരുള്ളൂ. പിന്നെ മുത്തമ്മ കോഴിക്കോട് പോയി വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് മിഠായികൾ കൊടുക്കുന്നു കേട്ടോ. പണ്ടത്തെ മിഠായികളുണ്ടല്ലോ അത്. പക്ഷേ ഇതിലൊരു മിഠായിച്ച പറ്റിയിട്ട് എനിക്ക് ആകെ പറ്റിയത് ആ പുളിൻ്റെ മിഠായില്ലേ, പുളിഞ്ചി ഈ ഒരു സംഭവമില്ലേ, ഈ മിഠായി അട്ടിച്ച് നല്ല ഇഷ്ടമായത്. അങ്ങനെ ഞാൻ ആ മിഠായി മാത്രം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു പണി നോക്കി ഇങ്ങനെ വേറെ എവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് ഓനിങ്ങനെ ബക്കറ്റ് ഉണ്ടായിരുന്നില്ല, നീണ്ട ബക്കറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ബക്കറ്റ് ഉണ്ട് കേട്ടോ. ആ ബക്കറ്റിൻ്റെ മേലെ കയറിയിരുന്നിട്ട് ഓൻ്റെ മൂടോടുക്കാൻ ആ അടിയിലേക്ക് താന്ന്. അപ്പോൾ ഓനക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വെച്ചു. അപ്പോൾ ഓനെ പൊന്തിച്ച് കൊടുക്കാനായിട്ടോ അപ്പോൾ ഈ പറയുന്നത്. എന്നെക്കൊണ്ട് എന്തായാലും ഓനെ പൊന്തിച്ചാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അതിന് പിരാന്തകൾ കേട്ടോ. ഓൻ കയറി ഇരുന്നതിൽ കുറ്റമില്ല. ഇപ്പോൾ ഓനക്ക് നീച്ചാൻ വെച്ചു. അപ്പോൾ ഓനെ പൊന്തിച്ച് കൊടുക്കാനായിട്ട് അതിന് പിരാന്തകൾ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ എന്ന് ഇരുത്തിട്ട്, സ്ഥലമില്ലാത്ത ആൾക്കാരെ മാതിരി പേരിലുള്ള എത്രയും സ്ഥലം ഉണ്ടായിട്ട് ഓൻ ഈ ബക്കറ്റിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് അതിക്ക് കൊയിനാടിയതാണ്. അങ്ങനെ വലിയൊരു മനുഷ്യനല്ലേ, അതിന് ഇറങ്ങാൻ അത്ര പെട്ടെന്നൊന്നും വയ്ക്കൂലല്ലോ. അങ്ങനെ പിന്നെ മുത്തുമാൻ വന്നിട്ട് ബക്കറ്റിന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുത്തി മറിഞ്ഞ് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി തന്നിട്ടാ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ സ്കെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവന് ഇങ്ങനെ ഇടക്കും തിരക്കൊക്കെ ഇന്നെക്കാട്ടിയും പൂതിയാണ് ഓനിക്ക്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിസ്കാരപ്പായ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എല്ലാം ഓൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് തിന്നേട്ടാം. അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കി ഓൻ തിരിയിട്ട ഭയങ്കര നാണാണ്. അങ്ങനെ പിന്നെ ഓനെ തിരിഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ഓനെ ഏതുണ്ടാക്കാനായിട്ട് ഓൻ്റെ അടുത്തേക്ക് ഫോണായിട്ട് പോവാട്ടോ. അങ്ങനെ പിന്നെ നൂഡിൽസൊക്കെ തിന്നതിന് പിന്നെ രാത്രിക്കൊക്കെ നമ്മൾ ബ്രോസ്റ്റ് വേങ്ങിന്നിട്ടാം. ബ്രോസ്റ്റ് നല്ല പൂതിയുണ്ടായിരുന്നു കുറേ ആയിട്ട്. അങ്ങനെ ബ്രോസ്റ്റൊക്കെ വേങ്ങി തന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ടോർച്ചൊക്കെ അടിച്ച് പോയി നോക്കണം. എന്താ സംഭവിച്ചാൽ പന്നിയാൾ ഇറങ്ങിയിരിക്കണം കേട്ടോ. രാത്രി ആയാലും ഇങ്ങനെ പന്നിയാൾ ഒരുമാതിരി മണയിക്കാരം, നമ്മൾ ചേറിൻ്റെ ഒക്കെ മണയിക്കാരം കേട്ടോ. ഒരു സൈസ് വൃത്തികെട്ട മണയിക്കാരം. പിന്നെ ഇങ്ങനെ ഒച്ചപ്പാട് കേൾക്കാണ്ട് താഴത്തെ തൊടുകയുള്ളൂ. അപ്പം ഇതുമെല്ലാം ടോർച്ചും ഇതൊക്കെ എടുത്തിരുന്നിട്ട് അറ്റങ്ങളെ പേടിപ്പിച്ച് പറഞ്ഞേക്കാം കേട്ടോ. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയാൽ അറ്റങ്ങൾ പായും. നമ്മൾ ടോർച്ചായിട്ട് അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒച്ചപ്പാട് കേട്ടാൽ മതി, പായും ഇട്ടോ. ഒച്ചപ്പാടൊന്നും ഇല്ലെങ്കിൽ ഓര് ഇറങ്ങി വരും. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ പന്നികളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ പിറ്റേന്ന് രാവിലെ ഇതേമാതിരി പൊറാട്ടയും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയല്ല ഇഷ്ടമായിട്ട് അങ്ങനെ പൊറാട്ടി വരട്ടി ബീഫും പൊറോട്ടനോട് വലിയ താല്പര്യമില്ല, എന്നാലും ഇടയ്ക്കൊരു പൂതിയായിട്ട് അങ്ങനെയൊക്കെ തിന്നാനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോണ്ട് ഇതേമാതിരി ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓറഞ്ച് മസാല ഇട്ടി തന്നാന്ന് കരുതിയിട്ട് ഉപ്പും മുളകും പൊടിയും സുറുക്കി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് അതിന് മുക്കി തന്നിട്ട് ഓരോ നേരത്തെ ഓരോ പിരാന്താരല്ല എന്നാൽ മാതിരി. അങ്ങനെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ചിലപ്പം ഒഴിച്ചും ചിലപ്പോൾ ഒഴിച്ചില്ല. അങ്ങനെ കേട്ടോ ഓരോ മൂഡ് അനുസരിച്ചാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ കുടിയിൽ പോയപ്പം അവിടെ ഉമ്മാൻ്റെ കുടിയിൽ അയൽവാസിൻ്റെ ഇതേമാതിരി തോനെ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളെ നിന്ന് ഇവലോടക്ക് വരും 6 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് വരും കേട്ടോ. രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു മുല്ലപ്പൂ പിരാന്തത്തി കേട്ടോ. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ, അതിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. മുല്ലപ്പൂ എവിടെ കിട്ടിയാലും എനിക്ക് അത്രയും സന്തോഷം കേട്ടോ. വേങ്ങി തന്നാലും അങ്ങനെ തന്നെ. ഇനി ഇപ്പാൻ്റെ വൈത്താലം പോകുകയാണെങ്കിലും മുല്ലപ്പൂ കണ്ടാലും എന്തോ ഒരു പിടുത്തം വലിയാണ് അങ്ങോട്ട്. അങ്ങനെ വേവിച്ചു കേട്ടോ. അപ്പോൾ ലാലുവിൻ്റെ വൈത്താലായപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ തിരൂർ ഭാഗത്തൊന്നും മുല്ലപ്പൂവിന് വലിയ വില ഇല്ലാത്ത കാരണം അങ്ങനെ ഇടക്കും നിലക്കൊക്കെ ഇങ്ങനെ പൂതിയാവുമ്പോൾ ഇങ്ങനെ വണ്ടിമ്മ പോകുമ്പോഴൊക്കെ ഇങ്ങനെ 10 റുപ്യക്കൊക്കെ നമുക്ക് ഇങ്ങനെ പൂതിക്കൊക്കെ ചെറിയ പൊട്ട് ഞാൻ വേഗം കേട്ടോ. എവിടെ ഞാൻ മുണ്ട് ചുറ്റുന്ന കാരണം തലയിൽ വെച്ചാൽ കാണുന്നില്ല. എന്നാലും എന്താണാവോ മുല്ലപ്പൂ കണ്ടാൽ എനിക്ക് എന്തോ ഒരു സഞ്ചാരം കേട്ടോ.
അങ്ങനെ ഞാനും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടികളെ കൂട്ടിയിട്ട് ഞാൻ മുല്ലപ്പൂ പെറുക്കാൻ പോയത്. ഞാൻ ആ ചെറിയ സാധനത്തിനെ കൊടുന്നത് അപ്പോൾ ഓനെ പെറുക്കാൻ വേണ്ടി കൊടുന്നതാണ്. പക്ഷെ ഓനാണെങ്കിൽ അവിടെ എത്തിയപ്പത്തിന് ഓനക്ക് പെരേക്കനെ തിരിച്ചു പോകണം. ഓൻ കണ്ട് ഞങ്ങളവിടെ നിർത്തിയിട്ട് ഓൻ മണ്ടുന്ന് കേട്ടാ. അപ്പുറം ഇപ്പുറമാണ് പെര. അപ്പോൾ പിന്നെ ഓൻ്റെ ഉമ്മീട്ട് അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഓൻ അങ്ങോട്ട് തന്നെ പോയിട്ടാണ്. അതിന് പിന്നെ ഓനെ പെരേക്കനാണ്ട് ആക്കി കൊടുത്തിട്ട് ഞാനും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളും കൂടി പെറുക്കട്ടെ. ഓളിൻ്റെ അതേ സ്വഭാവം കേട്ടോ. എന്താ പറയുക, മാറ്റി ഒരുങ്ങുക, മുല്ലപ്പൂ ചൂടുക, അതൊക്കെ അറിയുമ്പോൾ എന്തോ വലിയൊരു വികാരമാട്ടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും. എല്ലാവരും പറയട്ടെ എൻ്റെ മാതിരിയാണ് ഓൾ അറിയട്ടെ. കാരണം എൻ്റെ അതേ കടയും പവറൊക്കെ ഓൾക്കുണ്ട്. ആർക്കും ഇല്ലാത്തൊരു ഇതാട്ടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും. എങ്ങനെ എന്തെന്നറിയാം, എൻ്റെ അനിയത്തിൻ്റെ മാതിരി തന്നെ എനിക്ക് നേരിട്ട് ഒരു അനിയത്തി അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്ന എന്നാൽ മാതിരി തന്നെ എൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളും പകർന്ന് കിട്ടിയ ഒരാളാട്ടോ ഓള്. അങ്ങനെ ഇനിയിപ്പോൾ മാറ്റി ഒരുങ്ങുന്ന കാര്യമാണെങ്കിലും ശരി, നമ്മൾ മാറ്റി ഒരുങ്ങുകയാണെങ്കിൽ മുന്നിൽ ഓടൊരുങ്ങണം. അതും നമ്മൾ മാറ്റുന്ന അതേമാതിരി തന്നെ ഓൾക്ക് ഒരുങ്ങണം. അങ്ങനെ അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ മുല്ലപ്പൂ ഇവിടെ ഇങ്ങനെ അയൽവാസി കണ്ടിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. ഞാൻ പെരുന്നാൾക്ക് ഇവിടെ ഉമ്മാൻ്റെ കൂടി വന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ കണ്ണ് മുഴുവൻ അതിമ്മക്കേന്ന്. പിന്നെ ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഞാൻ ഈ വരവിലാട്ടെ ഞങ്ങളിങ്ങനെ അയൽവാസി പോയി ചോദിച്ചിട്ട് അങ്ങനെ ഞാനും ഓളെ കൂട്ടി മുല്ലപ്പൂ പെറുക്കാൻ പോയി. ഒരാട്ടം ഓല് പോയി പെറുക്കിയിരുന്നു. അപ്പം ഞാൻ അവിടെ കിടക്കിയിരുന്നു. പിന്നെ അവളോട് നമുക്ക് കുറച്ചും കൂടി പെറുക്കാൻ പറഞ്ഞിട്ട് ആ മരത്തുമ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഒരു സമാധാനം കിട്ടില്ല. ഞാൻ എനിക്ക് മുല്ലപ്പൂ കോർത്തരാറ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ചൂടാൻ മതി. അപ്പോൾ ഓളെ സോപ്പിട്ട് ഓളി വിളിച്ചുകൊണ്ടായിട്ട് മുല്ലപ്പൂ പെറുക്കി പോന്നിട്ടാ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ മുല്ലപ്പൂ കിട്ടിയ മുല്ലപ്പൂവൊക്കെ തിണ്ടുമ്പോൾ പരത്തിയിട്ടിട്ട് കുറേ അങ്ങോട്ടും തട്ടും കുറേ ഇങ്ങോട്ടും തട്ടും. അതിൽ കുറേ ഒന്ന് മണത്ത് നോക്കും. അങ്ങനെ മണത്ത് എന്തായാലും മുല്ലപ്പൂ സംബന്ധിൻ്റെ വിധയിക്കണം കേട്ടോ. ആകെ എന്താ പറയുക, അതിൻ്റെ ഇതളാളൊക്കെ ആകെ ചുക്കിച്ചുണ്ട അങ്ങനെ ഇങ്ങനെ ഇതായിക്കണം കേട്ടോ. ഒരുമാതിരി ആയിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ഉരുട്ടി പരത്തി ഇങ്ങനെ മണക്കന്നെ എന്നിട്ട് ഞങ്ങൾക്ക് പണി. കുറേ ഒന്ന് അങ്ങോട്ടും ഇടും കുറേ ഒന്ന് ഇങ്ങോട്ടും ഇടും അങ്ങനെ കേട്ടോ. ലാസ്റ്റ് പിന്നെ കോർക്കാൻ വേണ്ടി നിന്നപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഷേപ്പും കോലൊക്കെ മാറിക്കണം കേട്ടോ. കാരണം പെറുക്കി കൊടുത്തപ്പോൾ വൃത്തിയില്ല മുല്ലപ്പൂവിന്. ഇത് മണക്കൽ തന്നെ ഒരു പണിയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ തിണ്ടുമ്പോൾ ഇങ്ങനെ നിരത്തിയിട്ട കാരണം കുറേ അങ്ങോട്ടും തട്ടി നോക്കും, കുറേ ഇങ്ങോട്ടും തട്ടിയിട്ട് കൂട്ടിയിട്ടിട്ടും മണക്കുക. അങ്ങനെയൊക്കെ ഓരോ ദുൽമാൾ. പിന്നെ ഓളെ ഭാഗമായിട്ടുള്ള ദുൽമാൾ അത് വേറെ. പിന്നെ ഓൾക്ക് മുല്ലപ്പൂവിനോട് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഇങ്ങനെ മുല്ലപ്പൂ ചൂടൊന്നും ശീലമില്ലല്ലോ. അല്ല കല്യാണം പരിപാടിക്കൊക്കെ ചൂടാന്നല്ലാതെ. പണ്ടൊക്കെ ഞാനൊക്കെ കുട്ടി ചെയ്തെന്ന് എന്തെങ്കിലും പരിപാടിക്ക് ഇനിയിപ്പോൾ വല്ല കല്യാണത്തിന് പോയാൽ തന്നെ മുല്ലപ്പൂ കിട്ടാതെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല. ഇനി അങ്ങനത്തെ ഒരു പിരാന്തത്തി എന്നിട്ട് എനിക്ക് ഇങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം മുല്ലപ്പൂ കിട്ടണം. അങ്ങനെ എൻ്റെ അപ്പ പാവം ഏതോ ഒരു ഞങ്ങളെ കുടുംബത്തിൽ എവിടെയോ ഒരു കല്യാണത്തിന് പോയിട്ട് പിന്നെ പറഞ്ഞു കേട്ടൊരു അറിവാട്ടോ. കല്യാണത്തിന് പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഞാൻ പെരുംജാതി തൊടുവിളി പുതിയണ്ണിൻ്റെ തലയിലത്തെ മുല്ലപ്പൂ കണ്ടിട്ട്. അങ്ങനെ പാവം എൻ്റെ അപ്പം മുല്ലപ്പൂ, അതായത് പുതിയണ്ണിൻ്റെ തലേന്ന് മുല്ലപ്പൂ പൊട്ടിച്ചിട്ട് എൻ്റെ തലയിൽ കുത്തി തന്നതിൻ്റെ ശേഷം അത്ര കേട്ടോ ഞാൻ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ നിന്നെടുത്തിന്. അത്രയ്ക്കും ഒരു മൂച്ചിപ്പിരാന്തത്തി എന്നിട്ട് ഞാൻ മുല്ലപ്പൂ പറയുന്നത് എൻ്റെ ജീവനാണ് കേട്ടോ. അത് അന്നും ഇന്നൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ വീഡിയോ ഇവിടെ ഇങ്ങനെ ഓണാക്കിയിട്ട് മുല്ലപ്പൂക്കെ കോർത്തിട്ട് ഓളെ തലയിൽ ഇങ്ങനെ വെച്ചെടുത്തോളം മേക്കപ്പ് ചെയ്തെടുത്തപ്പോൾ അഞ്ചനിട്ട്, അതായത് നമ്മളിപ്പോൾ മുല്ലപ്പൂ പെറുക്കാൻ പോകുന്ന സാധനം വീഡിയോ ഓണാക്കിയെന്ന് കണ്ടപ്പോൾ ഓന് കുറേ കോപ്രായങ്ങൾ കാട്ടിയിട്ട് ഓനാണ് പോയിട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ ഓളെ മാറ്റി ഒരുക്കി കൊടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളങ്ങനെ മാറ്റി ഒരുക്കി മേക്കപ്പ് ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ എല്ലാവിധ കളിക്കും ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. മറ്റവരാരും അങ്ങനെ കിട്ടൂല കേട്ടോ. ഇവിടെ പിന്നെ എന്ത് ചെയ്താലും നിന്ന് തരും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അതേ സ്വഭാവം പകർന്ന് കിട്ടിയ ഒരാളാട്ടോ അവൾ. അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. അങ്ങനെ പിന്നെ ഓൾക്ക് അങ്ങനെ മുല്ലപ്പൂവിനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ തോനെ മുല്ലപ്പൂവും കൂടി ഇങ്ങനെ കണ്ടപ്പോൾ ഓൾക്കൊരു പൂതി. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഒരു പൂതിക്ക് ഞാൻ കോർക്കാൻ വേണ്ടിയിട്ടാണ് ഓലെ പറഞ്ഞയച്ചത്. ഓൾക്ക് അങ്ങനത്തെ മുല്ലപ്പൂ വേണമെന്നുള്ള ചിന്തയൊന്നുമില്ല. എനിക്കാണെങ്കിൽ ആരാൻ്റെ മരത്തമ്മ കണ്ടപ്പോൾ എനിക്ക് തീരെ സമാധാനമില്ല. അതങ്ങനെ ആവുമല്ലോ. പണ്ട് മുതലേ എൻ്റെ ജീവനെ അറിയുന്ന മുല്ലപ്പൂവാണ്. എവിടെ കണ്ടാലും റോട്ടുമ്മ കണ്ടാലും ഞാൻ ഒരു പൊട്ട് വേങ്ങിക്കാട്ടി അതിൻ്റെ ഉപ്പാനോടും പറയും ലാലുവിനോടും പറയും. എന്നിട്ട് ആ വേങ്ങിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ കേട്ടോ. കാരണം എന്താണാവോ, തലി ചൂടിയില്ലേലും കൈക്ക പിടിച്ചാനേ ഇരിക്കും മുല്ലപ്പൂ കിട്ടണം കേട്ടോ. ഒരു പ്രത്യേക തരം ഒരു വികാരമായിട്ട് ഇരിക്കും മുല്ലപ്പൂ പറയും. അത്രയ്ക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടം കേട്ടോ. അതിനിപ്പോൾ എത്ര തോനെ വേങ്ങി തന്നാലും തലി ചൂടിയില്ലേലും കൈക്ക കൊണ്ടുവന്നിട്ടാണേലും ശരി ഞാനതായിട്ട് അങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഓൾക്കുള്ള മുല്ലപ്പൊക്കെ ചൂടുവെള്ളം മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിക്കുത്തൊക്കെ ഇട്ടെടുത്തപ്പോൾ അവൾക്ക് സൈഡിൽ ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുക്കണം. അത് സ്റ്റാർ വരച്ചതാണല്ലോ ആകെ കൊളായും ചെയ്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കുത്തിട്ടാലെന്താ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കുത്തുമ്പോൾ ഒതുക്കാൻ നോക്കട്ടോ. കാരണം സ്റ്റാർ ഇടുമ്പോൾ ചെറുതാവും, ചെറുത് വലുതാക്കുമ്പോൾ അത് പറ്റ വലുതാവും. അങ്ങനെ ആകെ മൊത്തത്തിൽ കൊളായി. പിന്നെ കൊളായതൊക്കെ തുടച്ച് ഇതാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കുത്തൊക്കെ ഇട്ടിട്ട് വല്ലത് സ്റ്റാറാക്കാൻ നോക്കിയിട്ടാണ്. അങ്ങനെ പിന്നെ ഞാനവളെ മാറ്റിച്ചൊരുക്കണ ഇടയിൽ ഇങ്ങനെ കൊലയും വേണ്ടി ഇരുന്ന് ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കേരും വരവരൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ഇപ്പം ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കണം ഇപ്പം അവിടെ ഫോണിലിങ്ങനെ കളിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്കാണെങ്കിലും ഓളെ മുല്ലപ്പൂ ഇങ്ങോട്ട് ഇതാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് തികയണില്ല. ഇങ്ങനെ അയിമൊക്കെ ഇങ്ങനെ കഴിയിട്ട് ഇങ്ങനെ കിളുമ്പായിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പുറത്തേട്ടിട്ടാ. ഞാൻ പറഞ്ഞു ശരിയായിട്ടില്ല, ഒന്നും കൂടി ശരിയാക്കി തരാറിട്ട് മുല്ലപ്പൂ ഒന്നായിട്ട് അയച്ചിട്ട് പിന്നെ ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഓള് കണ്ണുറന്നിട്ടില്ല കേട്ടോ. കണ്ണ് തുറക്കാൻ കുറേ നേരമായി പറയുന്നു, പക്ഷെ ഞാൻ കണ്ണുറക്കാൻ അയക്കൂല. ഞാൻ നല്ല കട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കണ്ണെല്ലാം കട്ടിയിൽ എഴുതണം, വാലിട്ട് എഴുതണമൊക്കെ. അങ്ങനെ ഓൾക്ക് കണ്ണൊക്കെ കട്ടിയിലിട്ടെടുത്ത് മേക്കപ്പൊക്കെ കഴിഞ്ഞ് മുല്ലപ്പൊക്കെ ചൂടി കൊടുത്ത് അങ്ങനെ പോകുന്നത്. അങ്ങനെ പിന്നെ പെരയിലെത്തിയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്കും അങ്ങനെ ബിരിയാണീനോടൊന്നും വലിയ താല്പര്യമില്ല. സദ്യ അറിയണക്ക് അത്ര ഇഷ്ടമൊന്നും ഇനിയില്ല. അങ്ങനെ ഇപ്പം എന്തായാലും സദ്യ തിന്നാൻ ഭയങ്കര പൂതിയാട്ടം. അങ്ങനെ പിന്നെ സദ്യ ഒന്നും കിട്ടാനില്ല, പിന്നെ ബിരിയാണിയാണ് കിട്ടാണ്ടല്ലോ. പിന്നെ ഒന്ന് തിരൂർക്കും പോവാണ്, പിന്നെ കിട്ടിയതയച്ചിട്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പിന്നെ ബിരിയാണിയൊക്കെ തിന്ന് പിന്നെ അങ്ങനെ ലാലും മുത്താപ്പിയും കൊണ്ടുവരാൻ വന്നിട്ടാ. അങ്ങനെ ഓല് ചോറുന്ന ടൈം കൊണ്ട് ഞാൻ വേഗം മാറ്റാൻ വണ്ടി കയറിയിട്ടാണ്. അങ്ങനെ മുണ്ട് ചുറ്റലും കാര്യങ്ങളൊക്കെ ഓല് വരുമ്പോൾ തന്നെ ഏകദേശം മാറ്റലൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ പോകാൻ നേരത്തെ മുണ്ട് ചുറ്റാന്നൊക്കെ കരുതിയിട്ടാണ്. അങ്ങനെ പിന്നെ ഓല് ചോറിന് കഴിയാനായിന്ന് കണ്ടപ്പോൾ വേഗം മുണ്ടൊക്കെ ചുറ്റി റെഡി ആവട്ടെ. കാരണം എന്നാൽ തിരൂർ ഒരു പരിപാടി ഉണ്ട്. എന്താ പരിപാടി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര സങ്കടം. കാരണം എന്താണെന്നില്ല, തോനെ റംബൂട്ടാൻ പിടിച്ചിരുന്നു. അതാണെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാറ്റും മഴ ഉണ്ടല്ലോ, അത് കാരണം മുഴുവൻ കൊയിലാടി പോകും. ഈ ഉണ്ടായതൊന്നും ഇനി ഇങ്ങനെ പൊത്ത് കിട്ടൂല കേട്ടോ. കാരണം പകുതി മുക്കാൽ കൊയിലാടി പോകും. എന്നിട്ട് അതിൽ കുറച്ചേ ഉണ്ടായി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം എന്തായാലും തോനുണ്ട്. ഞാൻ ചെല്ലുമ്പോഴേക്ക് അതിന്മേൽ മരത്തുമ്പോൾ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം പകുതി മുക്കാൽ പറഞ്ഞാൽ പോവും. അങ്ങനെ കേട്ടോ, കാറ്റത്തും മഴത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ പിന്നെ ചക്കൊക്കെ തോനുണ്ടായിരിക്കും കേട്ടോ. അത് വെട്ടി ചക്ക കേട്ടോ, നമ്മൾ എന്തെന്നറിയാം, 2 കൊല്ലം കൊണ്ട് കഴിച്ചല്ലോ ആ ചക്ക കേട്ടോ. അങ്ങനെ പണ്ടൊക്കെ ഈ ചക്കനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഈ ചക്ക ഇഷ്ടമല്ല കേട്ടോ. ഇതിന് മണം പറ്റൂല, തിന്നാൻ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതിന് മണം വരുമ്പോൾ എനിക്ക് എന്തോ ഒരു ക്ഷീണം കേട്ടോ. എന്തോ ഛർദ്ദിക്കാൻ വരുന്ന മാതിരി എന്തൊക്കെയോ അസ്വസ്ഥതയും ബുദ്ധിമുട്ട്. തിന്നാൽ തന്നെ ഞാൻ ഛർദ്ദിക്കട്ടെ, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ചക്ക മൂത്തത് പൗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ലാലും മൂത്താപ്പിയും കൂടി ചോറിനലൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരൂർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓൾക്ക് വേണ്ട ചക്ക ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മൂത്തവും പൗത്തുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് തിരൂർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് ചക്ക പൊട്ടിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ എന്തായാലും മുത്തുമ്മ അതിൻ്റെ വളഞ്ഞൊക്കെ ഇങ്ങനെ കളഞ്ഞു കൊടുക്കട്ടെ, കാരണം നമുക്ക് കാറിൽ കൊണ്ടുവരാനുള്ളതാണ്. പിന്നെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ മൂത്താപ്പെട്ടത്. അങ്ങനെ പിന്നെ അവിടെ ഒരു വാടി വീണൊരു ചക്കയിൽ ഇട്ടത് ലാലു നേരത്തെടുത്ത് നോക്കിയെന്നല്ല ആ ചക്ക ഇട്ടത്. അപ്പം ഇത് എന്താ കാട്ടിയത്, ചക്ക മുറിച്ചാൻ കൊടുന്ന കത്തിയിട്ട് ഈ ചക്ക ഒന്ന് മുറിച്ച് നോക്കാറ് മുറിച്ച് നോക്കിയതാട്ടോ. പക്ഷേ ഞങ്ങൾ കരുതിയെന്ന് അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. സത്യം പറയാലോ, ഞങ്ങൾ ആകെ അന്തം വിട്ടിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ചുള ഉണ്ടായിരുന്നു, അത്യാവശ്യം കട്ടി കനക്കുന്ന കുറച്ചൊക്കെ വലിപ്പമുള്ള ചുള ഉണ്ടായിരുന്നു. കണ്ടാൽ തോന്നും ഒന്നുമില്ലയെന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇമ്മ പറഞ്ഞു ഞാൻ അങ്ങോട്ട് മുറിച്ച് തരാം കേട്ടോ. ഓനാണെങ്കിൽ ആകെ വെട്ടി നിർത്താൻ നിൽക്കുക. അപ്പം ഉമ്മ അത് വേഗിയിട്ട് മുറിച്ചിട്ട് എല്ലാവർക്കും ഓരി വെച്ച് തരാം കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ ആദ്യം തന്നെ വേണ്ടാറ്, എനിക്ക് ചക്കര മണമൊന്നും പറ്റൂല കേട്ടോ. എന്താ പറയുക, മണം ഇങ്ങനെ വരുമ്പോൾ പൂതിയാവും. പക്ഷെ എന്താണാവോ ഈ മണം വരുമ്പോഴത്തേനും ഇപ്പോൾ ഒരു കജ്ജും കറും വെച്ചാൽ ഒരു ക്ഷീണമൊക്കെ കേട്ടോ. ഞാൻ ഈ ചക്ക പോത്താനാ പറയാം, ആർക്കേലും കൊടുത്ത് ഒഴിവാക്കിക്കളി, ഇവിടെ വെക്കല്ലേ അറിയട്ടെ. കാരണം അത്ര കൊണ്ട് വെറുത്തിട്ട ചക്കനോടൊക്കെ. എനിക്ക് ചക്ക കൂട്ടാൻ ഇഷ്ടമാട്ടോ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ പൗത്ത ചക്കയോട് വലിയ താല്പര്യമില്ല. പൊതുവേ എനിക്ക് മധുരത്തിനോട് താല്പര്യമില്ല, ഇപ്പം തീരെ ഇഷ്ടമല്ല കേട്ടോ മധുരം. അങ്ങനെ പിന്നെ എന്തായാലും എന്താ പറയുക, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കും, ഓലെല്ലാവരും തിന്നട്ടോ. അപ്പം ഉമ്മ ഇങ്ങനെ ഇന്ന് ചക്കൻ്റെ ചുളക്ക് വേർതിരിച്ചിട്ട് എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. പാവം മിഥുനും എന്താ പറയുക കിളി പോയ മാതിരി ഇങ്ങനെ നിൽക്കട്ടെ. ഓനും എൻ്റെ മാതിരി തന്നെ ചക്ക തിന്നാൽ ഓനും ചടച്ചിരുന്നു. ഓന് പറഞ്ഞാൽ ചക്ക അവൻ്റെ ജീവൻ കേട്ടോ. ഇങ്ങനെ പിന്നെ ഓനാണ് ഓൾക്ക് വേണ്ടാറ് കേട്ടോ. അങ്ങനെ പിന്നെ ഇമ്മ പിന്നെ ബാക്കിയുള്ളതും കൂടി വെട്ടി നുറുക്കിയിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ട് അങ്ങനെ ലാലുവിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാണെങ്കിൽ നല്ല മധുരമുള്ള ചക്ക കേട്ടോ. കണ്ടാൽ തോന്നും വാടി ചക്കൻ്റെ രസം ഉണ്ടാവില്ല, പക്ഷേ ഈ ചക്കൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെരുഞ്ചാതി മധുരം. ഇക്കാരം മണമാണല്ലോ സഹിച്ചാൻ പറ്റാത്ത മണം, ഇക്കാരം ഭയങ്കര മധുരമണം ഇക്കാരം കേട്ടോ. അങ്ങനെ ചക്ക പോത്താൽ മതി, ആ ഭാഗത്തൊക്കെ നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം ഇക്കാരം. തള്ളൊന്നുമല്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞതല്ലേ കേട്ടോ. അങ്ങനെ പിന്നെ തിരൂർക്കുള്ള ചക്ക ഇതൊക്കെ നമ്മൾ പാക്കാക്കി പിന്നെ എന്താ പറയുക, ഇതില്ലേ കർമ്മത്തി പൗത്തുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അങ്ങനെ പെരയിൽ നിന്ന് പോന്നിട്ട് പെരയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു എന്താ അറിയാം, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒക്കെ ഉണ്ടാവില്ല എന്നൊരു ഫീൽ ഇട്ട്, എന്തോ ഒരു സങ്കടം ഉണ്ടാച്ചാൽ സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനത്തൊക്കെ എന്തോ ഒരു ഇടങ്ങേറ് ഇട്ടാ. ഇപ്പം അങ്ങനെ തന്നെ ആവില്ല. ഇപ്പം നമ്മൾ 2 ദിവസത്തിന് നമ്മൾ പെരയ്ക്ക് പോന്നാലും തിരിച്ച് പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറാണല്ലോ. ഞാനിപ്പോൾ ഞാൻ കുറേ നിന്ന് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ പോന്നല്ലേ കൈയുള്ളൂ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഉണ്ട് പോന്നു. എന്തായാലും ഇനിയിപ്പോൾ വന്നാൽ കുറച്ചല്ലേ നിൽക്കണ്ടുള്ളൂ. ആ ഒരു സമാധാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ പോരുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ലാലു ഇവിടെ നാട്ടിലുള്ള കാരണം പിന്നെ അത്ര വലിയതില്ല. മറ്റേ ലാലു ഗൾഫിലുള്ള ടൈമിലൊക്കെ ഇങ്ങനെ ഇവിടെ പാങ്ങിൽ വന്ന് നിന്ന് പോയി കെട്ടിച്ചെടുത്തൊക്കെ പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങറന്നെ ഒന്ന് വിളിച്ചിട്ടൊക്കെ കേട്ടോ പോകും. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സങ്കടം ചെയ്യുന്നുട്ടാ. ഇങ്ങനെ നമ്മൾ പെരിയിൽ ഇങ്ങനെ അനിയന്മാരി ഇമ്മ ഇപ്പം എല്ലാവരും കൂടി ഇടയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങറയായിരുന്നു. ഇപ്പോൾ ലാലു ഇവിടെ നാട്ടിലുണ്ടായിട്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ ലാലു ഉടനെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ലാലു കണ്ണാടൻ്റെ ഉള്ളിൽ കൂടി എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിച്ചേട്ടാ. ഓരോ കോപ്രായങ്ങൾ കണ്ണാടൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂത്താപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പാട്ട് ഇട്ടിരുന്നു. അപ്പോൾ പാട്ടിൽ ഓരോ വരികൾ കേൾക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കളിയാക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പെരയിൽ വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കടന്നു കേട്ടോ. വൈകുന്നേരമായി തുടങ്ങിയിരിക്കണം പെരയ്ക്ക് എത്തിയപ്പോൾ. അങ്ങനെ പിന്നെ ഒന്ന് ഉറങ്ങിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടി ഉണ്ട്. എന്താ പരിപാടി വെച്ചാൽ കല്ലിങ്ങ നേർച്ച കേട്ടോ. അവിടെ തിരൂർ അറിയപ്പെടുന്ന ഒരു പരിപാടിയാണ് കല്ലിങ്ങ നേർച്ച, പുതിയങ്ങാടി നേർച്ച അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഞാൻ കാര്യമായിട്ട് വന്നിട്ട് അതിനാണ്. എല്ലാവരും കുറച്ച് ദിവസമായി അമ്മ കുറച്ച് ദിവസമായി വരാൻ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇനി അമ്മോൻ്റെ കല്യാണമൊക്കെ ഉണ്ട്, പിന്നെ അത് അടുപ്പിച്ച് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ കല്ലിങ്ങ നേർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ട്. കാരണം കുറേ ആയിട്ട് 3-4 മാസമായി പെരൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാ. അപ്പോൾ പുറലോകമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ചാൻസാണ്. അപ്പോൾ ഞാൻ ലാലുവിനോടായിരുന്നു, ലാലു ടൂറ് പോയിരുന്നു പെരുന്നാൾക്ക്. അപ്പോൾ ലാലു പറഞ്ഞു ടൂറ് പോയി വന്നതിന് ശേഷം എന്നെ കൊണ്ടുവരാൻ വരാമെന്ന്. മറ്റേത് ഇന്നെ കൊടുന്നാലും ലാലുവിനെ ടൂറ് പോക്ക് മുടങ്ങി വെച്ചിട്ട് ലാലുവിനെ കൊടുന്നേനിരട്ടാ. ടൂറ് പോയി എന്നിട്ട് എനിക്ക് പോരാറുണ്ട്. പിന്നെ സമാധാനത്തിൽ പോരാല്ലോ വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ നിന്നിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു ശനിയാഴ്ച ഞായറാഴ്ച നിന്നിട്ടാ കല്ലിങ്ങ നേർച്ച. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ഞായറാഴ്ച വരികയാണ്. കാരണം ഞായറാഴ്ചയല്ലേ ലാലുവിന് ലീവുള്ളൂ. കട ലീവുള്ള ദിവസം ലാലു വന്നാലും പിന്നെ ഇങ്ങനെ പോരാല്ലോ വെച്ചിട്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ലാലു ഞായറാഴ്ച ലാലു മൂത്താപ്പി കൂടി കൊണ്ടുവരാൻ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി ഞങ്ങൾ ഇങ്ങനെ നേർച്ച കാണാൻ വേണ്ടി പോയി. നടന്നിട്ടിട്ടേ പോയത്, വണ്ടിയൊന്നും പോയിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. അങ്ങനെ പിന്നെ നടന്ന് ചെന്നപ്പോഴാണെങ്കിലും ഞാൻ നേർച്ചയ്ക്കായിരുന്നു എന്തിനാ വെച്ചാൽ കാര്യമായിട്ട് കുപ്പിവള വേങ്ങാനായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കല്യാണമൊക്കെ അല്ലേ വരുന്നത്. ഇപ്പോൾ ഭയങ്കര മോഡൽ എന്താ വെച്ചാൽ ഇപ്പോൾ കുപ്പിവള ആണല്ലോ. അങ്ങനത്തെ ഇപ്പോഴത്തെ മോഡൽ കുപ്പിവളൊക്കെ നിറച്ചുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, എൻ്റെ കൈത്തടി ഇല്ലാത്ത കാരണം എനിക്ക് പറ്റിയ അളവുള്ള കുപ്പിവളയില്ല. ആ ഒരു സങ്കടം മാത്രം ഉള്ളൂ വെച്ച് ഈ കുപ്പിവളൊന്നും കണ്ടിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. അങ്ങനെ പിന്നെ നോക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. തടിയില്ലാത്ത കാരണം പാകത്തെ വള കിട്ടണമില്ല. ഇതൊക്കെ വലിയ വലിയ സൈസ് വളകളാണ് കേട്ടോ. പിന്നെ ചെറിയ വളകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കാണെങ്കിലും മെറൂൺ കളർ വേണേന് കേട്ടോ. കാരണം ഇവിടെ കല്യാണത്തിന് ഡ്രസ് കോഡ് മെറൂണാണ്. അപ്പോൾ പിന്നെ ആ കളർ കുപ്പിവള തപ്പി നടക്കി. എന്നിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും തപ്പി നടന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. എനിക്ക് പറ്റിയ സൈസും ഇല്ല കളറും ഇല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് അങ്ങനെ പോന്നപ്പോൾ പാനിപൂരി നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലാലുവിനോട് പറഞ്ഞു എനിക്ക് പാനിപൂരി വേങ്ങിത്തരണമെന്ന്. പെരയിൽ നിന്ന് നല്ല ഉഷാറിൽ ഇറങ്ങിയെന്ന് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ നടന്ന് ആകെ ക്ഷീണിച്ചിട്ടാ. കുറച്ച് നടന്നിട്ടുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ക്ഷീണം കേട്ടോ. അങ്ങനെ പിന്നെ ലാലു പാനിപൂരിയൊക്കെ വേങ്ങിത്തന്ന് ഇങ്ങനെ എന്താ പറയുക വേങ്ങിച്ച ഉഷാറൊന്നും ഇല്ല തിന്നാൻ. അങ്ങനെ പിന്നെ എന്തായാലും വേങ്ങിച്ചല്ല വെച്ചിട്ട് അങ്ങനെ തിന്ന്. അങ്ങനെ തിന്നപ്പോൾ ലാലു പറഞ്ഞു ലാലുവിന് പാനിപൂരി വേണ്ട, ലാലുവിന് ഇങ്ങനെ ഓംലേറ്റ് അത് പറഞ്ഞിട്ട് അങ്ങനെ ലാലു ആ കാക്കനെക്കൂട്ടി ഇങ്ങനെ അതാക്കി ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങളതിങ്ങനെ മുട്ട പൊരിച്ചതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരവുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ തിരൂർ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ കല്ലിങ്ങ നേർച്ച, പുതിയങ്ങാടി നേർച്ച, ഇതൊക്കെ വലിയ പരിപാടിയാണ് കേട്ടോ. അപ്പം എൻ്റെ നാട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ പൂരം മാതിരി, അതായത് ഞങ്ങളവിടെയൊക്കെ പൂരത്തിനൊക്കെ ആന പടക്കം കാര്യങ്ങളൊക്കെ ഇവിടെ നേർച്ചയൊക്കെ കേട്ടോ. അങ്ങനെ ഇത് വലിയൊരു പരിപാടി കേട്ടോ. ഇതിൻ്റെ പ്രത്യേകതകളൊന്നും നല്ലപോലെ അറിയില്ല. ഞാൻ കാര്യമായിട്ട് പോകണം കുപ്പിയോള വേങ്ങാൻ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ വലിയൊരു സുഖം കിട്ടുന്നില്ല കേട്ടോ. കാരണം അവിടെ ഈ ഫുഡിൻ്റെ മണങ്ങളും പിന്നെ ഇങ്ങനെ ഈ ആനപ്പിണ്ടി ഉണ്ടാവില്ല, ആന വന്നാൽ പിന്നെ ആനപ്പിണ്ടി ഉണ്ടാവുമല്ലോ സ്വാഭാവികം, അതിൻ്റെ മണം പറ്റുന്നില്ല. പിന്നെ പല ആൾക്കാരും ഒച്ചപ്പാടും ഒക്കെ കൂടെ ആയിട്ട് എന്തൊക്കെയോ ഒരു പിരാന്തിട്ടേക്ക് പെരയ്ക്ക് എങ്ങനെയും എത്തി കിട്ടിയാൽ മതി എന്നായിട്ടാണ്. കാരണം ഞങ്ങൾ പെരയിൽ നിന്ന് ഇറങ്ങുന്ന വിശ്വാസികരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു 9 മണി 9:30 ആ ടൈം ആയിക്കണം. പക്ഷെ എനിക്കാണെങ്കിലോ എങ്ങനെയും പെരയ്ക്ക് എത്തിയാൽ മതി, ഒന്നും കണ്ടക്ക് പെരയ്ക്ക് എത്തണം. ഞാൻ എന്നിട്ട് ഇങ്ങനെ മുട്ട ലാലു വേങ്ങിന്നല്ല മുട്ട പൊരിച്ചത്, ആ മുട്ട പൊരിച്ചതൊക്കെ വേങ്ങി തന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുക. എന്നിട്ട് ഈ വീഡിയോ എടുത്തൊക്കെ ലാലു കേട്ടോ. എനിക്കിത് കാണണം എന്നുള്ള ഒരു ചിന്തയില്ല കേട്ടോ. കാരണം ഇത് കാണാനാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ എനിക്ക് എൻ്റെ തടിയിട്ട് തന്നെ നിൽക്കാമെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു സ്റ്റൂള് കിട്ടിയപ്പോൾ എല്ലാം അവിടെ ഉണ്ട് ഇരുന്നിട്ടാണ്. കാരണം ഈ തിരക്കിക്കുത്തൊന്നും ഇപ്പോഴൊന്നും കഴിച്ചില്ലാവില്ല, നല്ലപോലെ അറിയാം. നിന്ന് ഊപ്പാട് ഇളകുമെന്ന് പറഞ്ഞ കാരണം ഞാൻ എല്ലാം അവിടെ ഇരുന്നു. ലാലു പറഞ്ഞ വരവ് വന്നപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ വരവുകളാവും. അപ്പം അങ്ങനെ ഒരു ആനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ലാലു റെഡി ആന വരുന്ന കേട്ടോ. പക്ഷെ നീച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, കാണൂല കേട്ടോ. ആനൻ്റെ മൂഡ് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ എത്തപ്പോൾ ആനൻ്റെ മൂടല്ല എനിക്ക് കണ്ടാറിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ലാലു എന്നിട്ട് വീഡിയോ എൻ്റെ ഫോണൊക്കെ വേങ്ങി ലാലു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. പെരുംജാതി തിരക്കി എന്നിട്ടോ. എനിക്കാണേലോ ഈ ആൾക്കാർ ഒച്ചപ്പാടും പിന്നെ ഈ ആന വരുമ്പോഴുള്ള സൗണ്ടും പാട്ടും പരിപാടികളും ഇതൊന്നും എനിക്ക് പറ്റില്ല.
എനിക്ക് എങ്ങനെയും പെരേക്ക് എത്തണം എന്നുള്ളൊരു നിയത്തേന്ന് കേട്ടാ. പെരേന്ന് വലിയ ഉഷാറിൽ തുള്ളിച്ചാടി പോയതാ. പക്ഷെ എന്താ ചെയ്യുക, കഴിഞ്ഞല്ലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് പരിപാടി കണ്ടിരുന്നിട്ടാ. ഇപ്രാവശ്യം പോയിക്കണ് പൂതിക്ക് പുറം ലോകം കാണാൻ വെച്ചിട്ടൊന്ന് ഇറങ്ങിയതാ. അതാണല്ലോ പെരേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥ ആയിട്ടാ. എന്താ അത്രയും തോന്നെ ജനങ്ങളും പിന്നെ ഒച്ചപ്പാടും പിന്നെ ഈ പലതരം ഫുഡുകളും മണങ്ങളും ഒക്കെ കൂടി ഇങ്ങോട്ട് ആയപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോയിട്ടാ. അങ്ങനെ ഞാനിങ്ങനെ അതൊന്ന് വേഗം ഒന്ന് പോയി കിട്ടിയിട്ടാണ് മനസ്സിന് പെരേക്ക് പോകാന്ന് വെച്ചിട്ടാ. കാരണം ഈ തിരക്ക് കുത്തുന്ന ഇങ്ങോട്ട് കഴിച്ചലാവൂലേ എന്നിട്ട്. പിന്നെ ഒരാളും ഐസ്ക്രീമും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ മധുരം ഇഷ്ടമല്ലാത്ത കാരണം മധുരം പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് ഐസ്ക്രീമൊന്നും വേണ്ട പറഞ്ഞിട്ട് ഒരാന ഉള്ളൂ എന്ന് കരുതിന്നിട്ടോ. പക്ഷേ എൻ്റെ ബാക്കിൽ അത് വേറൊരു ആനയും കൂടിയിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടപ്പോൾ ഈ രണ്ടാമത് വരുന്ന ആനനെ ഞാൻ കാണുന്നത്. ഞാനും ഈ ഇതിലേതോ ഒരു ആനൻ്റെ മോള് മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മുന്നിൽ പോയി കിടന്ന് ആനകൾക്ക് നല്ല വൃത്തിക്ക് കാണാൻ പരിപാടിയെല്ലാം നല്ലപോലെ കാണാൻ പറ്റും. ഞങ്ങൾ ബാക്കിലായി കാരണം കേട്ടോ. അപ്പം ഇങ്ങനെ ആയത് ബാക്കിൽ ആയതും നന്നായി, കാരണം മുന്നിലൊന്നും പോയി ഇരിക്കാനും പോലും സീറ്റ് കിട്ടില്ല. ഞങ്ങൾ പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന കാരണം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട്. പിന്നെ ആനനെ കാണാത്തൊന്നുമല്ലല്ലോ വെച്ചിട്ട് ഞാൻ മറിച്ചൊന്നും കാണണ്ട പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാ. പിന്നെ ഈ ആന പോയതിന് ശേഷം ഞങ്ങൾ വേഗം പെരേക്ക് പോന്നിട്ടാ. കാരണം നടന്ന് ഇങ്ങോട്ട് ക്ഷീണിച്ചിരുന്നു ഞാൻ പിന്നെ 10:45 ഞാൻ പെരേക്ക് തന്നെ പോന്നിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.